വെക്കേഷൻ തീരാനായില്ലേ, അതുകൊണ്ട് തന്നെ ഒരാഴ്ച വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, എൻ്റെ മാമൻ്റെ മക്കൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ട്. അപ്പോൾ അവർ വ്യാഴാഴ്ച പോകണമെന്ന് പറഞ്ഞിട്ട് ബുധനാഴ്ച ദിവസമാണ് ഞാൻ വന്നത്. ഞാൻ ഓടിപ്പടിച്ച് അവരെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത്, ഞാനിങ്ങനെ ചായയെല്ലാം കുടിച്ചിരിക്കുമ്പോൾ പിള്ളേർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സന്ധി ചേച്ചി വേഗം ഓടിവ, ഒരു കാഴ്ച കാണണമെങ്കിൽ പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ പിന്നെ അത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോകുമ്പോഴത്തേക്കില്ലേ കണ്ട ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പം നല്ല രസമുണ്ട് അതിനേട്ടാ കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് റെഡ് കളറിൽ, പക്ഷേ നമ്മളെ ഫോണിൽ ഇപ്പോൾ ഒരു യെല്ലോ കളറിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഏച്ചി ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെയിലിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിപ്പട്ടാളങ്ങളും എല്ലാവരും ഇപ്പോൾ റെയിലിൻ്റെ മുകളിലേക്ക് പോവും. അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് റെയിലിൻ്റെ അടുത്ത് നിൽക്കുന്നത്, വണ്ടി വരുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആകാശം കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നില്ലേ. അപ്പോൾ എന്തായാലും ആ സമയത്ത് പോയതുകൊണ്ട് നല്ല വ്യൂ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ സമയം നമ്മൾ അവിടെ നിന്നതിന് ശേഷം ഇത് ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി കഥ ഞാനിനി പറഞ്ഞുതരാം. അങ്ങനെ വ്യാഴാഴ്ച രാവിലത്തെ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇവരോട് ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഇവരെങ്ങനെയും പാക്ക് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇവർക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ നമ്മളെ സച്ചു ഇപ്പം 10 കഴിഞ്ഞതാണല്ലോ, അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളും, ഇനി +1 അഡ്മിഷനും കാര്യങ്ങളെല്ലാം ശരിയാക്കണം. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് വ്യാഴാഴ്ച പോകണമെന്ന് അവരോട് മാമനും മാമിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരിപ്പോൾ ചിരിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. കുറച്ച് കഴിയുമ്പോൾ ഇവരുണ്ടല്ലോ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ആദ്യം ഇവർ നമ്മൾ പറഞ്ഞു എല്ലാം പാക്ക് ചെയ്ത് രാവിലെ പോകണ്ടല്ലേ. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാങ്ങ എല്ലാം പറിച്ച് വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ അതിൽ നിന്നൊരു മാങ്ങ അടിച്ചു മാറ്റി കഴിക്കുന്ന ദൈവൂട്ടിനൊക്കെ ഉണ്ടോ നിങ്ങൾ. അപ്പോൾ ഇവരോട് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവരെങ്ങനെയും പാക്ക് ചെയ്യുന്നില്ല. 2 ദിവസം കൂടെ നിൽക്കട്ടെ. ഞാൻ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്ന് അച്ഛനോട് വിളിച്ച് പറ, അമ്മയോട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിനെ. പക്ഷെ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇവർ പിന്നെ എങ്ങനെയും പോകാനുള്ളൊരു തയ്യാറെടുപ്പൊന്നും നടത്തുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ കണ്ട കരച്ചിൽ വരുന്നു, സങ്കടം വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് നടക്കുമെന്ന് എല്ലാവരും കൂടെ. അങ്ങനെ കുറച്ച് കഴിയുമ്പം പിന്നെ മാമൻ്റെ ഫോൺ വിളി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇവർ ഫുള്ള് കരച്ചിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ വോയിസൊന്നും ഞാനിവിടെ കൊടുക്കുന്നില്ല കേട്ടോ, ഞാൻ മ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയാമെന്ന് കേട്ടോ, അച്ഛാ കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ, കുറച്ച് ദിവസം കൂടെ. ഒരു അരമണിക്കൂർ കരഞ്ഞ് മെഴുകിയതിന് ശേഷം അച്ഛൻ ഒരാഴ്ചത്തേക്കും കൂടെ അവർക്ക് നീട്ടി അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ബുധനാഴ്ച നിങ്ങൾ കയറിക്കോളണം എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷപ്രകടനം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നതിൻ്റെ സന്തോഷപ്രകടനമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും അച്ഛൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ, ഇവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇവർ പോകുന്നത് പ്രമാണിച്ചിട്ട് പാവ അച്ഛൻ ഇത് സ്പെഷ്യലായിട്ട് പൊറോട്ട വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിന്. അവർ പോകുന്നതല്ലേ, അതുകൊണ്ട് പൊറോട്ടയും ചിക്കൻ കറിയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാ നല്ല ചിക്കൻ കറിയും ആക്കിയിട്ടുണ്ടായിരുന്നു ചേച്ചി. പൊറോട്ടയും വാങ്ങി, പിന്നെ ഞാൻ വരുമ്പം ചപ്പാത്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു, ജയിൽ ചപ്പാത്തി. അങ്ങനെ ഇതാ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവരെല്ലാവരും എപ്പോഴും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക. ഇവരൊരു വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ ഇവരെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് പിള്ളേർക്ക് ആയാലും പോകാൻ ഭയങ്കര വിഷമം. എന്താ വെച്ചാൽ ഇവർ അത് നമുക്ക് കണ്ടാലേ മനസ്സിലാവും. ഭയങ്കര ഇവർ കളിയായാലും ഇവരിരുന്ന് സംസാരിക്കുന്നതായാലും ഇവർ ഭയങ്കര വൈബാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കണക്ഷനാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. തല്ലുകൂടലും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. പക്ഷെ ആ തല്ലുകൂടൽ ഒരു 5 മിനിറ്റിന് ശേഷം അത് പിന്നെ ഉണ്ടാവില്ല. കുട്ടികളായ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടപെടാൻ പോയാലാണ് പ്രശ്നമാവുക. അതുകൊണ്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ദേവൂട്ടി എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇടയ്ക്ക് ചില മൂളലെല്ലാം കേൾക്കാം. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പാട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇവരെ കളിയും ബഹളവുമായിട്ട് ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പം ഞാനിതാ വീഡിയോ എടുത്തുകൊണ്ട് വെക്കുമ്പോൾ ഇവരെ സ്നേഹപ്രകടനമാണ് കേട്ടോ. ഒരാളെനക്ക് വായിൽ വെച്ച് തന്നു, പിന്നെ എല്ലാവർക്കും സ്നേഹം, എല്ലാവരും എൻ്റെ വായിൽ വെച്ച് തന്നു. അത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതൊന്നല്ല കേട്ടോ. ചില ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കും. പിന്നെ ഞാനായാലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വായിൽ വെച്ച് കൊടുക്കും. ഇപ്പോൾ നമ്മളെ അമ്മമ്മയായാലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വായിൽ വെച്ച് തരും. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വായിൽ, അതൊരു സ്നേഹമാണ് കേട്ടോ. അതിന് പ്രത്യേക ഒരു ടേസ്റ്റും അല്ലേ. അപ്പോൾ ആദ്യം പൊറോട്ട കഴിച്ചിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ചപ്പാത്തി എടുക്കാൻ പോയിട്ട് വരുമ്പോൾ കേട്ടോ എല്ലാവരും എനിക്ക് വായിൽ വെച്ചെന്ന്. അത് കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അനുവും അപ്പവും നന്ദുവെല്ലാം ആയാലും ചിക്കനെല്ലാം കഴിക്കുമ്പം അതിൽ നിന്നൊരു പീസ് എൻ്റെ വായിൽ വെച്ച് തരും കേട്ടോ.
അപ്പോൾ അവർ വെച്ചിരുന്ന കണ്ടേരം പിന്നെ നമ്മളെ സച്ചു ഉണ്ണിയും അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ അവരും എൻ്റെ വായിൽ വെച്ച് തന്നതാണ്. അങ്ങനെ പിള്ളേരെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ നമ്മളും ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മുഖത്ത് തീരെ തെളിച്ചില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ അച്ഛന് പൊറോട്ട ഇഷ്ടമല്ല കേട്ടോ. അപ്പം നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് അച്ഛനൊരു പൊറോട്ട കഴിക്കുന്നതാണ്. അതിൻ്റെ സങ്കടം തന്നെയായിരുന്നു അമ്മയുടെ മുഖത്തും. അമ്മയും ഇന്ന് ഒരു ദിവസമല്ലേ ഒരു ദിവസം പൊറോട്ട കഴിക്കുന്ന പറഞ്ഞിട്ട് അമ്മയും അച്ഛനോട് പറഞ്ഞ് നിർബന്ധിപ്പിച്ചിട്ട് നമ്മളൊരു പൊറോട്ട അച്ഛനെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ രാത്രി ഗോതമ്പ് ദോശയാണ് കഴിക്കൽ. ഞാനും അതെ, ഞാനും അച്ഛനും ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമാണ് കഴിക്കുക. അപ്പോൾ ഇന്നെന്തായാലും ഒരു ദിവസമെല്ലാം പൊറോട്ട കഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ചിക്കൻ കറിയിൽ നിന്ന് എനിക്കൊരു കാല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലെല്ലാം നമ്മളെ ദേവൂട്ടിക്ക് അവകാശപ്പെട്ടതാണ്. ദേവൂട്ടിക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു കാലുണ്ടായത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനും ഇനി പായ് വിരിക്കാനില്ലേ തിരക്കിലാണ് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കലാണ്. അപ്പോൾ നമ്മളെ ഉണ്ണിക്കുട്ടൻ ഇടവന്ന് ഉണ്ണിക്കുട്ടൻ ഞാൻ ക്യാമറ എടുക്കുമ്പോൾ വന്നിട്ട് ഹായ് പറയും, ഡാൻസ് കളിക്കും. ഓൻ അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എന്നോട് ചോദിച്ചു, സന്ധി ചേച്ചിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊരു തോന്നൽ വന്നപ്പം തുടങ്ങിയതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തുടങ്ങിയതാണ്. പക്ഷെ തുടങ്ങിയിട്ട് 2-3 കൊല്ലമായി. ഇതുവരെയും നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. അപ്പോൾ വഴിയാവുമായിരിക്കും അല്ലേ, അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഞാൻ കിടക്കാൻ പോട്ടെ. ഗുഡ് നൈറ്റ്.